ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. അപ്പോൾ ഇനി അടുത്ത ഘട്ടമുള്ളവർ, ഇനി ASMൻ്റെ എക്സാം ഉള്ളവരും അതുപോലെ തന്നെ ബെവ്കോ LD, കമ്പനി മോഡൽ GS അതിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ തീർച്ചയായിട്ടും കാണുക കേട്ടോ. നമ്മൾ നോട്ടൊക്കെ എഴുതിയിട്ട് എൻ്റെ കൂടെ തന്നെ പോരുക കേട്ടോ. ഇനി ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ. ഒന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാലോ. ഇവിടെ നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാണ്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ണും പൂട്ടി പറയും ആരാണ്, EMS നമ്പൂതിരിപ്പാടാണെന്നല്ലേ. അപ്പോൾ EMS നമ്പൂതിരിപ്പാടുമായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാനുണ്ട്. എന്താണ്, ഒരു കൃതിയാണ് അറിയപ്പെടാത്ത EMS. അത് ആരെഴുതിയതാണ്? ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. ദേശാഭിമാനിയിൽ റിപ്പോർട്ടറായിരുന്ന ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എഴുതിയ ഒരു കൃതിയാണ് അറിയപ്പെടാത്ത EMS എന്നത്. അതാണ് എന്ത്, EMSൻ്റെ ആധികാരികമായ ജീവചരിത്രമായിട്ട് അറിയപ്പെടുന്നത്. ഏതാണ്, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എഴുതിയ അറിയപ്പെടാത്ത EMS എന്ന കൃതിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. പിന്നെ നോക്കൂ, 1926 പാശുപതം മാസികയിലാണ് EMSൻ്റെ ആദ്യത്തെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. അത് ഏത് തലക്കെട്ടോടു കൂടിയായിരുന്നു? ഫ്രഞ്ച് വിപ്ലവവും നമ്പൂതിരി സമുദായവും എന്ന തലക്കെട്ടോട് കൂടിയിട്ടുള്ളൊരു ലേഖനമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ അതിൽ തന്നെ കണ്ടോ, നമ്മുടെ VS അച്യുതാനന്ദൻ ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സാം ഉള്ളവർ, ഇനി അടുത്ത ഘട്ടം എക്സാം ഉള്ളവർ ഈ VS അച്യുതാനന്ദനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നോക്കണം. ഞാൻ എൻ്റെ ഈ ചാനലിൽ ഷോർട്സിൽ VS അച്യുതാനന്ദൻ സാറിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറിയിട്ട് കാണുക കേട്ടോ. ഇനി നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം അല്ലേ, ശുദ്ധി പ്രസ്ഥാനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. നമുക്കറിയാം ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, ശുദ്ധി പ്രസ്ഥാനം. ആരാണിത് സ്ഥാപിച്ചത്? എല്ലാവർക്കും അറിയാം അല്ലേ, ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കിയാലോ. നോക്കൂ, ബ്രഹ്മസമാജം ആര് സ്ഥാപിച്ചതാണ്? രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ബ്രഹ്മസമാജം. അതിൽ മെയിനായിട്ട് പറയണത് എന്താണെന്നറിയോ, നമ്മുടെ സതി നിർത്തലാക്കാൻ കാര്യമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഏതെന്ന് പറയണത്? രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം എന്ന് പറയണത്. നോക്കൂ, അടുത്തത് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം എന്താണ്? വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആര് സ്ഥാപിച്ചതാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചതാണ് അലിഗഡ് പ്രസ്ഥാനം. പിന്നെ സമത്വ സമാജം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആരാണ്? വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചു. എന്തുമായിട്ട്? മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചത്. ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കാലങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഫാക്ട്സ് ആണല്ലേ ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ, ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെ പറയാം അല്ലേ. ഇത് എത്ര പേര് ശരിയാക്കിയെന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് വായിച്ച് നോക്കാം. 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? ഏത് തുറമുഖത്തേക്കാണ്? ആൻസർ വരുന്നത് D നവശേവയായിരുന്നു കേട്ടോ. D നവശേവയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അല്ലേ. ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലാഹോർ സമ്മേളനം തന്നെ നമുക്കൊന്ന് നോക്കാനുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ്, ആരധ്യക്ഷത വഹിച്ച സമ്മേളനമായിരുന്നത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനമായിരുന്നു 1929 1929 എന്തെന്ന് പറയണത്? ലാഹോർ സമ്മേളനം. അതിന് പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യത്തെ സമ്മേളനം കൂടിയാണ് എന്തെന്ന് പറയണത്? ലാഹോർ സമ്മേളനം എന്ന് പറയണത്. അപ്പോൾ INC വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അന്നും അതെ ഇന്നും അതെ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 INCയുടെ ഒരു സമ്മേളനം നമുക്ക് നോക്കിയാലോ. ഒന്ന് നാഗ്പൂർ, അത് എന്നായിരുന്നു? 1920
1920 നാഗ്പൂർ സമ്മേളനം. അതെന്തായിരുന്നു എന്നറിയോ? മെയിനായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം പാസ്സാക്കി. അതായിരുന്നു ഇമ്പോർട്ടൻ്റ് കേട്ടോ. അന്നത്തെ സമ്മേളനത്തിൻ്റെ വിഷയം എന്തായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കുക എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ ആരാണ് അധ്യക്ഷത വഹിച്ചത്? വിജയരാഘവാചാര്യ ആയിരുന്നു അധ്യക്ഷത വഹിച്ചത് 1920 നാഗ്പൂർ സമ്മേളനം. ഇനി അടുത്ത് നോക്കൂ, 1935 ബോംബെ സമ്മേളനം. ഓക്കെ, ബോംബെ സമ്മേളനത്തിൽ ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത്? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കാനുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ഏതായിരുന്നു? 35 ബോംബെ സമ്മേളനമായിരുന്നു. വേറെ ഒന്നും കൂടെ നോക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേതാണ്? സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സമ്മേളനം അതേതായിരുന്നു? 1906 കൊൽക്കത്ത ആയിരുന്നു. ആരധ്യക്ഷത വഹിച്ചു? ദാദാഭായ് നവറോജി അധ്യക്ഷനായ സമ്മേളനമായിരുന്നു അത് കേട്ടോ, 1906 കൊൽക്കത്ത. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സമ്മേളനമായിരുന്നു അത്. ഇനി ഇത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിലേ ഇതൊന്ന് പറയൂ കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയ സമ്മേളനം വേദി ഏതായിരുന്നു? എല്ലാവരും ഒന്ന് വേഗം കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ വേറൊന്നും കൂടെ ഓർത്തിരിക്കേണ്ട ഒരു സമ്മേളന വേദിയും കൂടി ഉണ്ട്. ഏതാണ്? കാക്കിനാഡ സമ്മേളനം. അതെന്നായിരുന്നു? 1923 അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ആര്? ടി.കെ. മാധവൻ. ടി.കെ. മാധവൻ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച കാക്കിനാഡ സമ്മേളനം എന്നാണ് 1923. അപ്പോൾ ഇതും നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ഘട്ടക്കാരുണ്ടെങ്കിൽ ഈ INC ഏരിയയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ചിലപ്പോഴേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ, പക്ഷെ എന്നിരുന്നാലും ഒന്ന് നോക്കി പോവാം. ഇനി നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നോക്കൂ, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അപ്പോൾ നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. തൃപ്പടിദാനം, ഇറയിളി, പതിവ് കണക്ക്, പണ്ടാരവക. ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? പണ്ട് മുതലേ പഠിച്ച കാര്യങ്ങളാണ്, പക്ഷെ ഇപ്പോൾ അത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ വീണ്ടും റീസെൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ PSC. അപ്പോൾ നോക്കൂ, തൃപ്പടിദാനം എന്താണെന്ന് നമുക്കറിയാമല്ലേ? എന്താണ്? മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച സംഭവമാണ് 1750 തൃപ്പടിദാനം എന്ന് പറയുന്നത് അല്ലേ? ഒന്നാം തൃപ്പടിദാനമുണ്ട്, രണ്ടാം തൃപ്പടിദാനമുണ്ട്, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ? രണ്ടാം തൃപ്പടിദാനം ആരായിരുന്നു സമർപ്പിച്ചത്? കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു സമർപ്പിച്ചത് കേട്ടോ. അപ്പോൾ അതല്ലാന്ന് ഉറപ്പിച്ചു. അപ്പോൾ എന്താണ്? തൃപ്പടിദാനം അല്ല. ഇനി നോക്കൂ, അടുത്തത് പതിവ് കണക്ക് എന്തായിരുന്നു? നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ പരിഷ്കാരങ്ങളിലുള്ള ബഡ്ജറ്റിനെയാണ് എന്തെന്നുള്ള പേരിൽ അറിയപ്പെട്ടത്? പതിവ് കണക്ക് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അതുമല്ല. ഇനി നോക്കൂ, ഈ പണ്ടാരവക എന്തായിരുന്നു? ഈ അന്നത്തെ വസ്തുവകകളൊക്കെ നമ്മൾ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ പേരിലാണ്? ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, അങ്ങനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടതൊന്നാണ് എന്തെന്ന് പറയുന്നത്? പണ്ടാരവക എന്ന് പറയുന്നത്. അന്ന് അങ്ങനെ ആരാണ് തിരിച്ചത്? അന്നത്തെ റവന്യൂ മന്ത്രിയായിട്ടുള്ള മല്ലയ്യൻ ശങ്കരൻ ആയിരുന്നു അങ്ങനെ ഈ വസ്തുവകകളെയൊക്കെ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണ്? അപ്പോൾ അതുമല്ല. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഇറയിളി എന്നതായിരുന്നു കേട്ടോ. ഇറയിളി അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നറിയോ? സൈനികർക്ക് വേണ്ടിയിട്ടുള്ള നികുതി ഇളവായിരുന്നു അത്. കൂടാതെ വിരമിക്കുമ്പോൾ പെൻഷനും ഉണ്ടായിരുന്നു. അത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി അടുത്തൂൺ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അന്ന് കുളിക്കനം എന്ന് വിളിക്കപ്പെട്ട ഒരു നികുതി കൂടി ഉണ്ടായിരുന്നു. ഒരു നികുതിയും കൂടി ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് ഈ പുതുതായിട്ട് നട്ടുപിടിപ്പിച്ച മരങ്ങൾക്കും പുതുതായിട്ട് വിതച്ച ഭൂമികൾക്കും മേലൊക്കെ ചുമത്തിയിരുന്നപ്പെട്ട ഒരു നികുതിയായിരുന്നു എന്തെന്ന് പറയണത്? കുളിക്കനം എന്ന് പറയണത്. അവിടെ നികുതി ഇളവുകൾ ഉണ്ടായിരുന്നു. അത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? നടുവുകൂർ അഥവാ വെട്ടാലീവ് എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നികുതി ഇളവുകൾ ഏതൊക്കെയായിരുന്നു? നടുവുകൂർ, വെട്ടാലീവ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. തിരുവിതാംകൂറിൽ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരായിരുന്നു? നമ്മുടെ മാർത്താണ്ഡവർമ്മയായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക്
നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് ടാറ്റ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.